ഇന്നിപ്പോ ലാലേട്ടൻ ഈ ജയിൽ കാര്യങ്ങൾ എടുത്തിട്ടു. അനീഷിനെ ആദ്യം എഴുന്നേൽപ്പിച്ചു, കാര്യങ്ങൾ ചോദിച്ചു വിശദമായിട്ട്. അനീഷ് പച്ചക്കെല്ലാം തുറന്നടിച്ചു പറയുകയായിരുന്നു. അതിൽ തന്നെ നോമിനേഷന്റെ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു തരത്തിൽ അനീഷിന്റെ പേരാണ് ആവശ്യമായി എടുത്തിട്ടത്. പിന്നെ അതിനെക്കുറിച്ച് ആ നോമിനേറ്റ് ചെയ്തവരെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അനീഷ് പറയുന്നു ഓരോരുത്തരെ കുറിച്ച്. പിന്നെ അനീഷിന് സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനീഷ് എല്ലാവരെയും തേച്ചൊട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു സംസാരം എന്ന് പറയുന്നത്. അതിനുശേഷം ഷാനവാസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ജയിലിലേക്ക് അയക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തി എന്ന് അനീഷ് പറയുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതായത് ഈ ജയിലിലേക്ക് നിങ്ങൾ രണ്ടുപേരും അല്ലേ പോയത്, എന്നിട്ട് അതിന്റെ അകത്ത് കിടന്ന് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ വഴക്ക് എന്നുള്ള തരത്തിൽ. എന്നിട്ട് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളല്ലേ? അപ്പോ ഷാനവാസ് പറയുന്നുണ്ട് അതെ ലാലേട്ട അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോ അനീഷിന്റെ അടുത്ത് ലാലേട്ട എടുത്ത് ചോദിക്കുക, അനീഷ് നിങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളല്ലേ, ഉറ്റ സുഹൃത്തുക്കളല്ലേ എന്നുള്ള ചോദിക്കും. അപ്പൊ അനീഷ് എടുത്ത് പറയുന്നു അതെ ലാലേട്ട ഒരു കുഴപ്പമില്ല, നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമെന്നേ ഉള്ളൂ, സുഹൃത്തുക്കൾ തന്നെയാണ് എന്നുള്ള തരത്തിൽ അനീഷ് അങ്ങ് പറയുന്നു. അപ്പൊ ലാലേട്ടൻ ഓക്കെ എന്ന് പറയും. അപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അത് ലാലേട്ടൻ തന്നെ വ്യക്തമാക്കി. അതായത് അനീഷിനും ഷാനവാസിനും ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ തമ്മിൽ ഒരു സുഹൃത്ത് ബന്ധം ആ ഒരു തരത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് അനീഷും ഷാനവാസും പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അത് ലാലേട്ടൻ തന്നെ ആ ഒരു കാര്യം എടുത്തിടുകയും അത് ആ ഒരു രീതി പരിഹരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. കൂടുതൽ ബി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.